ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الإنسان ما غرك بربك الكريم സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും എല്ലാ മേഖലകളിലും സർവശക്തനും നിയന്താവും സൃഷ്ടാവുമായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും അതിനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, മനുഷ്യന് നന്മയുള്ള എല്ലാ വസ്തുക്കളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അനുവദിച്ചിട്ടുണ്ട്. നമുക്ക് ദോഷകരമായ ഭൗതിക ലോകത്ത്, ആത്മീയ ലോകത്ത്, രണ്ട് തലങ്ങളിലും നമുക്ക് നഷ്ടം വരുത്തുന്ന, ദോഷം വരുത്തുന്ന എല്ലാ കാര്യങ്ങളും അല്ലാഹു നിഷിദ്ധമാക്കിയിട്ടുണ്ട്. നമുക്കറിയാം, ആദം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു സൃഷ്ടിച്ചതിന് ശേഷം ഇബ്ലീസിനോട് കൽപ്പിച്ച ഒരു കൽപ്പന, ആദമിന് മുമ്പിൽ സുജൂദ് ചെയ്യും. ആദമിന് മുമ്പിൽ സുജൂദ് ചെയ്യാൻ വേണ്ടി ഇബ്ലീസ് വിസമ്മതം പ്രകടിപ്പിക്കുകയാണ് ചെയ്തത്. അല്ലാഹുവിന്റെ മുമ്പിൽ ഇബ്ലീസ് പറയുന്ന ഒരു ദുർന്യായമുണ്ട്. അല്ലാഹു ഇബ്ലീസിനോട് ചോദിക്കുകയാണ്, ഖാല മാ മനഅക അല്ലാ തസ്ജുദ് ഇദ് അമർതുക ഖാല അന ഖൈറും മിൻഹു ഖലഖ്തനീ മിൻ നാർ വഖലഖ്തഹു മിൻ തീൻ. സൂറത്ത് അറാഫിലെ 12-ാമത്തെ വചനം. ഞാൻ നിന്നോട് കൽപ്പിച്ച സന്ദർഭത്തിൽ സുജൂദ് ചെയ്യാതിരിക്കാൻ നിനക്കെന്ത് തടസ്സമായിരുന്നു? എന്താണ് നിന്നെ പ്രേരിപ്പിച്ചത് സുജൂദ് ചെയ്യാതിരിക്കാൻ? ഇബ്ലീസ് പറഞ്ഞ കാര്യം, ഞാൻ അവനേക്കാൾ, ആദമിനേക്കാൾ ഉത്തമനാണ്. എന്നെ നീ അഗ്നിയിൽ നിന്നാണ്, തീയിൽ നിന്നാണ് സൃഷ്ടിച്ചത്. ആദമിനെ നീ സൃഷ്ടിച്ചിരിക്കുന്നത് മണ്ണിൽ നിന്നാണ്. ഈ ഒരു അഹങ്കാരത്തിന്റെ വാക്ക് പറഞ്ഞതാണ് അവൻ പുറത്താക്കപ്പെടാൻ കാരണമായത്. ഈ സന്ദർഭത്തിൽ അവൻ പറഞ്ഞ ഒരു വാക്കുണ്ട്, ഖാല ഫബിമാ അഗ്വൈതനി ലഅഖഉദന്ന ലഹും സിറാത്തൽ മുസ്തഖീം.
എന്താ ഇബ്ലീസ് പറഞ്ഞത്? സഹോദരങ്ങളെ, നീ എന്നെ വഴി പിഴപ്പിച്ചതിനാൽ നിന്റെ നേരായ പാതയിൽ മനുഷ്യൻ പ്രവേശിക്കുന്നത് തടയാൻ ഞാൻ കാത്തിരിക്കും. പിശാച് ഏറ്റെടുത്ത ദൗത്യമാണ് നന്മയിൽ നിന്ന് മനുഷ്യനെ തടയുക. നല്ല കാര്യങ്ങൾക്ക് നമ്മൾ മുന്നിട്ടിറങ്ങുന്ന സന്ദർഭത്തിൽ നമ്മൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധ ഖുർആൻ പാരായണത്തിന്റെ വിഷയത്തിൽ നാം എവിടെ നിൽക്കുന്നു? ഒരു മനുഷ്യന്റെ മനസ്സിന് അങ്ങേയറ്റം ആനന്ദവും സന്തോഷവും നൽകുന്ന ഏറ്റവും വലിയ കർമ്മം ഏതാണെന്ന് ചോദിച്ചാൽ അള്ളാഹുവിന്റെ ആയത്തുകൾ തിലാവത്ത് ചെയ്യുക എന്നുള്ളതാണ്. എന്നാൽ ഈ ആയത്ത് തിലാവത്ത് ചെയ്യാൻ വേണ്ടി, പാരായണം ചെയ്യാൻ വേണ്ടി നമ്മളൊന്ന് മുസ്ഹഫ് വിശുദ്ധ ഖുർആനൊന്ന് നിവർത്തി വെച്ചാൽ ആ സമയത്ത് പെട്ടെന്നുണ്ടാവും ഒരു കോള് വരുന്നത്. അത് പൂർത്തിയാക്കാൻ നമുക്ക് സാധിക്കുകയില്ല. നല്ല കാര്യങ്ങളിൽ നിന്ന് നമ്മെ തടയാൻ വേണ്ടി മുമ്പിൽ കൂടിയും പിന്നിൽ കൂടിയും ഇടത്തുകൂടിയും വലത്തുകൂടിയും ഞാൻ അവരുടെ അടുത്ത് ചെല്ലും. ثُمَّ لَآتِيَنَّهُمْ مِنْ بَيْنِ أَيْدِيهِمْ وَمِنْ خَلْفِهِمْ وَعَنْ أَيْمَانِهِمْ وَعَنْ شَمَائِلِهِمْ وَلَا تَجِدُ أَكْثَرَهُمْ شَاكِرِينَ. വിശുദ്ധ ഖുർആൻ ഉണർത്തുന്നു സൂറത്ത് അറാഫ് 17-ാമത്തെ വചനം. വളരെ കൃത്യമാണ്. പിന്നീട് അവരുടെ മുമ്പിലൂടെയും അവരുടെ പിന്നിലൂടെയും അവരുടെ വലതുഭാഗങ്ങളിൽ കൂടിയും ഇടതുഭാഗങ്ങളിൽ കൂടിയും ഞാൻ അവരുടെ അടുത്ത് ചെല്ലുക തന്നെ ചെയ്യും. നീ എന്നെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയ കാരണത്താൽ അവരെ വഴിതെറ്റിക്കാൻ വേണ്ടി ഞാൻ കിണഞ്ഞു പരിശ്രമിക്കും. അവരിൽ അധിക പേരെയും നന്ദിയുള്ളവരായി നീ കണ്ടെത്തുന്നതല്ല. മനുഷ്യന്റെ പ്രകൃതത്തിൽപ്പെട്ട കാര്യമാണ് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക എന്നുള്ളത്. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ് ഇല്ലാ ലിയഅ്ബുദൂൻ. ജിന്നുവർഗത്തെയും മനുഷ്യവർഗത്തെയും അള്ളാഹ് സൃഷ്ടിച്ചതിന്റെ ആത്യന്തിക താല്പര്യം നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ സഹോദരങ്ങളെ? രാവിലെയാകുന്നു, വൈകുന്നേരമാവുന്നു, രാത്രിയാവുന്നു, ഈ ദിനചര്യകൾ നാം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഒരു ദിവസം നമ്മൾ മരണപ്പെടുന്നു. എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ ഈ ലോകത്തേക്ക് പറഞ്ഞയച്ചത് എന്ന് ചിന്തിക്കാൻ നമുക്ക് ബാധ്യതയില്ലേ? മറ്റു ജീവജാലങ്ങളെപ്പോലെ സൃഷ്ടിക്കപ്പെട്ടവരാണോ നമ്മൾ? കാഴ്ചശക്തി നൽകപ്പെട്ടവരല്ലേ നമ്മൾ? ഒരുപാട് സഹോദരങ്ങൾ അവർക്ക് അല്ലാഹു കാഴ്ചശക്തി തടഞ്ഞിരിക്കുന്നു. സന്ദർഭം കിട്ടുമെങ്കിൽ നിങ്ങൾ അന്ധരായ കാഴ്ച വൈകല്യമുള്ളവരോടൊന്ന് സംസാരിച്ചു നോക്കൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹത്തിന്റെ വ്യാപ്തി, വലിപ്പം അപ്പോൾ മാത്രമാണ് നമുക്ക് ബോധ്യമാവുക. എന്നാൽ ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്. വിശുദ്ധ ഖുർആൻ പറയാണ്, തീർച്ചയായും മനുഷ്യൻ തന്റെ രക്ഷിതാവിനോട് നന്ദി കെട്ടവൻ തന്നെ. എത്ര മാത്രം അനുഗ്രഹങ്ങളിൽ കൂടിയാണ് സഹോദരങ്ങളെ ഓരോ സെക്കൻഡും നമ്മൾ കടന്നു പോകുന്നത്. എന്നാൽ ആ നൽകിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാൻ നമുക്ക് സാധിക്കാതെ പോകുന്നു. വഇന്നഹു അലാ ദാലിക ലശഹീദ്. ഈ നന്ദികേടിന് തീർച്ചയായും അവൻ അതിന് സാക്ഷ്യം വഹിക്കുന്നവനാണ്. അവന്റെ ജീവിതത്തിൽ ഉടനീളം, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉടനീളം നന്ദികേട് കാണിക്കുന്നു എന്നുള്ളതിന് നമ്മുടെ ജീവിതം തന്നെ സാക്ഷ്യമാണ്. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമുക്ക് അറിവ് നൽകിയിരിക്കുന്നത്, ബുദ്ധി നൽകിയിരിക്കുന്നത്, സ്വത്ത് സമ്പാദിക്കാനുള്ള ആ ഒരു പ്രത്യേക കഴിവ് നൽകിയിരിക്കുന്നത്, ഇതൊക്കെ അല്ലാഹുവാണ്. അല്ലമൽ ഇൻസാൻ മാ ലം യഅലം. മനുഷ്യന് അറിയാത്ത കാര്യങ്ങൾ പഠിപ്പിച്ചിരിക്കുന്നത് അല്ലാഹുവാണ്. അള്ളയാണ് നമ്മുടെ രക്ഷിതാവ്. ആ രക്ഷിതാവായ അല്ലാഹു നമുക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളെ അല്ലാഹുവിന് ശുക്ർ ചെയ്യാൻ, അല്ലാഹുവിന് ശുക്ർ ചെയ്യാൻ നമ്മൾ തയ്യാറാവണം. ഇന്ന ഇലാ റബ്ബിക റുജ്അ. വിശുദ്ധ ഖുർആൻ പറയാണ്, ഇന്ന ഇലാ റബ്ബിക റുജ്അ. തീർച്ചയായും നിന്റെ രക്ഷിതാവിന്റെ അടുക്കലേക്കാണ് നിന്റെ മടക്കം. മടങ്ങേണ്ടതുണ്ട്, തിരിച്ചു പോവേണ്ടതുണ്ട്. ജനനം നൽകപ്പെട്ടു, മരണവുമുണ്ട്. ആ മരണത്തിന്റെ തീയതി എത്തിയാൽ എന്നോടോ നിങ്ങളോടോ അനുവാദം ചോദിക്കാതെ മലക്കുൽ മൗത്ത് വന്ന് നമ്മെ പിടിച്ചു കൊണ്ടുപോകും.
ഇന്ന ഇലാ റബ്ബിക റുജ്ആ, തീർച്ചയായും നിന്റെ രക്ഷിതാവിന്റെ അടുക്കലേക്കാണ് മടക്കം. ആ മടങ്ങി ചെല്ലുമ്പോ അവിടെ മറുപടി പറയേണ്ടതുണ്ട്. ഹിസാബുണ്ട്, വിചാരണയുണ്ട്. എന്റെ ജീവിതത്തെ, എന്റെ ഒഴിവു സമയത്തെ, എന്റെ ആരോഗ്യത്തെ എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ ഉപയോഗപ്പെടുത്തിയത്? ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ സൃഷ്ടിപ്പ് എത്ര മനോഹരമായിട്ടാണ്. ഇത് നമുക്ക് മനസ്സിലാവണമെങ്കിൽ ശാസ്ത്രീയമായിട്ടുള്ള അതിന്റെ പഠനമൊക്കെ നടത്തിക്കഴിഞ്ഞാൽ നമുക്ക് ബോധ്യമാവും സഹോദരങ്ങളെ, എത്ര മനോഹരമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ശരീരത്തെ സംവിധാനിച്ചിരിക്കുന്നത്. ഇതിന് എന്തെങ്കിലും ഒരു ഡാമേജ് സംഭവിക്കുന്നു, നമ്മുടെ നേരെ അടുത്തുള്ള ഫിസിയോതെറാപ്പി സെന്ററിലൊന്ന് പോവുക. അവിടെ പക്ഷാഘാതം ബാധിച്ച, സ്ട്രോക്ക് ബാധിച്ച ആളുകളുടെ ചികിത്സക്ക് എത്തിയ ആ സംഗതി ഒന്ന് നമ്മൾ ലൈവായിട്ട് കാണുക. ഒരു വിരല് അനക്കാൻ വേണ്ടി, ഒരു സാധനം പിടിക്കാൻ വേണ്ടി എത്രത്തോളം എഫേർട്ട്, അധ്വാനമാണ് അവർ ചിലവഴിക്കുന്നത്. എന്നിട്ടും അവർക്ക് സാധിക്കുന്നില്ല. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നടക്കാനുള്ള കഴിവ് നൽകി, ഇരിക്കാനുള്ള കഴിവ് നൽകി, സംസാരിക്കാനുള്ള കഴിവ് നൽകി, കാണാനുള്ള കഴിവ് നൽകി, അസംഖ്യം അനുഗ്രഹങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കുന്നു. ലഖദ് ഖലഖനൽ ഇൻസാൻ ഫീ അഹ്സനി തഖ്വീം. തീർച്ചയായും മനുഷ്യനെ നാം ഏറ്റവും നല്ല ഘടനയോടുകൂടി സൃഷ്ടിച്ചിരിക്കുന്നു. സുമ്മ റദദ്നാഹു അസ്ഫല സാഫിലീൻ. പിന്നീട് അവനെ നാം അധമരിൽ അധമനാക്കി തീർക്കും. ഈ നല്ല സൃഷ്ടിപ്പ് നടത്തിയ മനുഷ്യൻ ചെയ്യേണ്ട ധർമ്മം, ധർമ്മനിഷ്ഠയോടുകൂടി ജീവിതത്തെ ക്രമീകരിക്കുക എന്നുള്ളതാണ്. മറ്റുള്ളവർക്ക് നന്മ ചെയ്യുക എന്നുള്ളതാണ്. തോന്നിവാസങ്ങളിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ്. അനുവദിച്ച വിവാഹം ഹലാലാണ്, വ്യഭിചാരം ഹറാമാണ്. മനുഷ്യന് താല്പര്യം വ്യഭിചാരത്തിനാണ്. അന്യ സ്ത്രീകളുമായി ചാറ്റ് ചെയ്യാൻ, മറ്റുള്ള ആളുകളുടെ ഭാര്യയെ കൈക്കലാക്കാൻ മനുഷ്യൻ കിണഞ്ഞു പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. വിശുദ്ധ ഖുർആൻ ചോദിക്കുന്ന ചോദ്യം, യാ അയ്യുഹൽ ഇൻസാൻ മാ ഗർറക ബിറബ്ബിക്കൽ കരീം. ഹേ മനുഷ്യ, ഉദാരനായ നിന്റെ രക്ഷിതാവിന്റെ കാര്യത്തിൽ നിന്നെ വഞ്ചിച്ചു കളഞ്ഞതെന്താണ്? ഇത്രമാത്രം ഔദാര്യം നൽകിക്കൊണ്ടിരിക്കുന്ന കാരുണ്യവാനായ അള്ളാഹുവിന്റെ കാര്യത്തിൽ നിന്നെ വഞ്ചിച്ച കാര്യം എന്താണ്? എല്ലാം അള്ളാഹ് നൽകുന്നു. നമുക്കൊക്കെ അറിയാം, നമുക്ക് വാഹനമുണ്ട്. ആ വാഹനം ചലിക്കുന്നത്, സഞ്ചരിക്കുന്നത് റോട്ടിൽ കൂടിയാണ്. റോഡിന് ചില നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് മാത്രമാണ് നാം വണ്ടി ഡ്രൈവ് ചെയ്യാറുള്ളത്. ആ നിയമങ്ങൾ തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ വാഹനത്തിന് പിഴ ചുമത്തപ്പെടും. സഹോദരങ്ങളെ, നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അല്ലാഹു നമുക്ക് ഖൈറായ കാര്യങ്ങൾ എന്തൊക്കെ എന്ന് കൃത്യമായി വിശുദ്ധ ഖുർആനിൽ കൂടി തിരുസുന്നത്തിൽ കൂടി നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ലംഘിക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം മനുഷ്യന്റെ മനസ്സിന് സമാധാനം കണ്ടെത്താൻ സാധിക്കുന്നത് അത് ലംഘിക്കാതിരിക്കുമ്പോഴാണ്. ലംഘിക്കുന്നതോടുകൂടി നഷ്ടപ്പെടുന്നത് മനസ്സമാധാനമാണ്. തെറ്റ് ചെയ്യുമ്പോൾ ആ തെറ്റ് നമുക്കറിയാം, ഞാൻ ചെയ്തിരിക്കുന്നത് തെറ്റാണ്, കൃത്യമായിട്ട് നമുക്കറിയാം. ഇന്നലെ ഒരു സഹോദരൻ കൗൺസിലിംഗിന് വേണ്ടി എത്തിയപ്പോ അദ്ദേഹം അനുഭവിക്കുന്ന ഡിപ്രഷന്റെ ബേസിക് റീസൺ, അടിസ്ഥാനപരമായ കാര്യം, വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ചെയ്ത തെറ്റാണ്. ഇത്തരം തെറ്റുകൾ കുറ്റബോധമായി മനസ്സിന്റെ ഉള്ളിൽ കുടിയിരിക്കുമ്പോ അദ്ദേഹത്തിന്റെ മനസ്സിനെ നിരന്തരം അത് വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. വമാ ഉബർരിഉ നഫ്സി ഇന്ന നഫ്സ ലഅമ്മാറത്തുൻ ബിസ്സൂ. മനുഷ്യനെ അല്ലാഹ് സൃഷ്ടിച്ചതിന്റെ താല്പര്യം, ഘടന തെറ്റ് ചെയ്യുന്ന രീതിയിലാണ്. ഇത് ബോധ്യമായ നമ്മൾ ചെയ്യേണ്ട കർമ്മം എന്താണ്? തൗബ ചെയ്യുക, അല്ലാഹുവിലേക്ക് അടുക്കുക, ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക. അതുകൊണ്ട് അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുക എന്നുള്ളതാണ് നമ്മുടെ ഡ്യൂട്ടി. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് ഏറ്റവും ശുദ്ധമായ ഘടനയിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. ഹലാലായ കാര്യങ്ങൾ ചെയ്യാനാണ്, ഹറാമായ കാര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാനാണ്. ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ,
അപ്പോൾ മാത്രമേ ജീവിതത്തിൽ നമുക്ക് മനസ്സമാധാനമുണ്ടാവുള്ളൂ. അല്ലെ, ആളുകൾ നല്ലതല്ലേ എന്നുള്ള രീതിയിൽ പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കും. അതിനൊന്നും അടിസ്ഥാനമല്ല. കാരണം വ്യാമോഹങ്ങൾ ഉണ്ടാക്കുക, അലങ്കൃതമാക്കുക, നല്ലതായി തോന്നിപ്പിക്കുക, ഇതൊക്കെയാണ് പിശാചിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഡ്യൂട്ടി. ഒരു കാര്യം നല്ലതാക്കി തോന്നിപ്പിക്കുക. നല്ലതല്ല. നമ്മൾ ഒരു കാര്യത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ, ദീനിയായിട്ടൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ അന്വേഷിക്കണം അത് അടിസ്ഥാനത്തിലുള്ളതാണ്, അതിന് തെളിവുണ്ടോ. എന്നാൽ ഒരുപാട് സഹോദരങ്ങൾ അന്ധമായി അനുകരിക്കുന്നവരാണ്. മുസ്ലിം സഹോദരങ്ങൾ അന്ധമായി അനുകരിക്കുന്നവരാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത കാര്യങ്ങൾ ചെയ്യുന്നതിലാണ് മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈസാ നബി അലൈഹിസ്സലാമിന്റെ ജനത ഈസാ അലൈഹിസ്സലാമിനെ ആരാധിക്കാൻ മെനക്കെട്ടതുപോലെ മുസ്ലിം ഉമ്മത്തിന്റെ നായകൻ നമ്മെ ഇസ്ലാമിലേക്ക് ദർശനം നൽകിയിരിക്കുന്ന കാര്യങ്ങൾ പരിചയപ്പെടുത്തിയ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹത്തെ പോലും നമ്മൾ അവഗണിക്കുകയാണ്. എന്ത് ചെയ്യരുത് എന്ന് നമ്മോട് കൽപ്പിച്ചിട്ടുണ്ടോ അത് ചെയ്യുന്ന കാര്യത്തിലാണ് നമ്മൾ മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സാന്ദർഭികമായി സൂചിപ്പിക്കാനുള്ളത് നബിദിനം, അല്ലേ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കാൻ വേണ്ടി കോപ്പുകൂട്ടുന്നവർ ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്. എന്താ ചിന്തിക്കേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ദിവസവും മരണപ്പെട്ട ദിവസവും ഒന്നാണ് എന്നാണ് ഏറിയ ഫുഖഹാക്കളും അഭിപ്രായപ്പെടുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണവേള ആഘോഷിക്കാൻ സഹോദരന്മാരെ നമുക്ക് എങ്ങനെയാണ് സാധിക്കുക? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ട ദിവസമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചു എന്ന് പറയുന്ന ദിവസം എന്ന് പറയുമ്പോൾ സംശയമുള്ള ആ ദിവസം നമ്മൾ തെരഞ്ഞെടുക്കുകയാണ് എന്ത് ആഘോഷിക്കാൻ വേണ്ടി. എന്നിട്ട് നമ്മൾ പറയുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നമുക്ക് ഹുബ്ബാണ്, സ്നേഹം. യഥാർത്ഥത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോ സഹാബയെ കിറാം ഏറ്റവും നല്ല തലമുറയോ അനുഷ്ഠിക്കാത്ത ഒരു കർമ്മം ബിദ്അത്ത്, അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിൽ അതിനൊരു തെളിവില്ല എന്ന് ആഘോഷിക്കുന്ന ആളുകൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നിട്ടും അവർക്ക് തോന്നുകയാണ് അത് നല്ലതല്ലേ, പ്രവാചകനെ ആദരിക്കുകയല്ലേ. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കുക, നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ദീനിന്റെ പേരിൽ നമ്മൾ ഇറങ്ങുമ്പോൾ അത് പുണ്യകരമാണ് എന്ന് പഠിപ്പിക്കേണ്ടത് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് പഠിപ്പിക്കാത്ത കാര്യത്തിൽ നമ്മൾ മാറി നിൽക്കുക. കുല്ലു ബിദ്അത്തിൻ വലാല വകുല്ലു വലാലത്തിൻ ഫിന്നാർ. എല്ലാ ബിദ്അത്തും വലാലത്താണ്, എല്ലാ വലാലത്തും നരകത്തിലേക്കുള്ളതാണ്. അതുകൊണ്ട് അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ബുദ്ധി നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. വതമ്മത് കലിമത്തു റബ്ബിക് സിദ്ഖൻ വഅദ്ല ലാ മുബദ്ദിൽ ലികലിമാതിഹി വഹുവസ് സമീഉൽ അലീം. നിന്റെ രക്ഷിതാവിന്റെ വചനം സത്യത്തിലും നീതിയിലും പരിപൂർണമായിരിക്കുന്നു. നിന്റെ രക്ഷിതാവിന്റെ വചനം സത്യത്തിലും നീതിയിലും പരിപൂർണമായിരിക്കുന്നു. അവന്റെ വചനങ്ങൾക്ക് മാറ്റം വരുത്താൻ സാധിക്കുകയില്ല. അവൻ എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനാണ്. ഈ ഒരു ബോധമാണ് യഥാർത്ഥത്തിൽ നമുക്കൊക്കെ ഉണ്ടാവേണ്ടത്. ആ ബോധം ഉണ്ടായിക്കഴിഞ്ഞാൽ സത്യത്തിൽ നിലനിൽക്കാൻ നമുക്ക് സാധിക്കും. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, അല്ലാഹുവെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. وَإِن تُطِعْ أَكْثَرَ مَنْ فِي الْأَرْضِ يُضِلُّوكَ عَنْ سَبِيلِ اللَّهِ إِنْ يَتَّبِعُونَ إِلَّا الظَّنَّ وَإِنْ هُمْ إِلَّا يَخْرُصُونَ. വിശുദ്ധ ഖുർആൻ സൂറത്ത് അൻആം 116. ഈ ആയത്തിന്റെ സാരം, അർത്ഥം ശരിക്കും നമ്മളൊന്ന് കേട്ടു. എന്താ ആയത്ത് പറയുന്നത്?
ഭൂമിയിലുള്ളവരിൽ അധിക പേരെയും നീ അനുസരിക്കുന്ന പക്ഷം അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് നിന്നെ അവർ തെറ്റിച്ചു കളയുന്നതാണ്. എന്താ പറഞ്ഞത്? ഭൂമിയിലുള്ളവരിൽ അധിക പേരെയും നീ അനുസരിക്കുന്ന പക്ഷം അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് നിന്നെ അവർ തെറ്റിച്ചു കളയുന്നതാണ്. ഊഹത്തെ മാത്രമാണ് അവർ പിന്തുടരുന്നത്, അവർ അനുമാനിക്കുക മാത്രമാണ് ചെയ്യുന്നത്. കുറേ ആളുകൾ ജീവിക്കുന്നത് അനുമാനത്തിന്റെ ഊഹത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഇന്ന റബ്ബക ഹുവ അഅലം മൻ യളില്ലു അൻ സബീലിഹി വഹുവ അഅലമു ബിൽ മുഹ്തദീൻ. സഹോദരങ്ങളെ, 117ാമത്തെ വചനം സൂറത്ത് അൻആം. അടുത്ത വചനം എന്താ പറയുന്നത്? തന്റെ മാർഗത്തിൽ നിന്ന് തെറ്റിപ്പോകുന്നവർ ആരാണെന്ന് തീർച്ചയായും നിന്റെ രക്ഷിതാവിനറിയാം. കറക്റ്റ് റൂട്ടിൽ ആരാ സഞ്ചരിക്കുന്നത്, കറക്റ്റ് റൂട്ടിൽ നിന്ന് ആരാ തെറ്റിപ്പോകുന്നത് എന്ന് അല്ലാഹ്ക്കറിയാം. അതാണ് ഈ ആയത്ത് പറയുന്നത്. ഇന്ന റബ്ബക്, തീർച്ചയായും നിന്റെ രക്ഷിതാവ്, ഹുവ അഅലം, അവന് നന്നായിട്ടറിയാം. മൻ യുദില്ലു അൻ സബീലിഹി, അവന്റെ മാർഗത്തിൽ നിന്ന്. ഋജുവായ ഒരു പാത അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വരച്ചു കാണിച്ചു. മറ്റു കുറേ വരകളും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വരച്ചു കാണിച്ചു. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇതാണ് ഈ വരച്ച ഒന്നാമത്തെ പാതയാണ് ഋജുവായ ശരിയായ മാർഗം. അല്ലാത്ത റൂട്ടുകളൊക്കെ തന്നെ തെറ്റിന്റെ മാർഗങ്ങളാണ്. അതുകൊണ്ട് നേർവഴി പ്രാപിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ദുആ ചെയ്യുന്നത്, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. ആ പ്രാർത്ഥന നമ്മൾ നിർവഹിക്കുമ്പോൾ ഋജുവായ പാതയിലാണോ ശരിയായ റൂട്ടിലാണോ നമ്മൾ നമ്മുടെ വണ്ടി ഡ്രൈവ് ചെയ്യുന്നത്, പരലോകത്തേക്കുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുന്നത്? സഹോദരങ്ങളെ, ചിന്തിക്കണം. ബുദ്ധിയും വിവേകവും നൽകപ്പെട്ട മനുഷ്യൻ സ്വന്തം കാര്യം ചെയ്യുമ്പോൾ സ്വന്തം സ്വർഗവും നരകവും അവൻ നിശ്ചയിക്കുകയാണ്. ആ അമലിന്റെ റിസൾട്ട് മരണത്തിന് ശേഷമാണ്. അതുകൊണ്ട് നമ്മൾ പ്രത്യേകം ജാഗ്രത പുലർത്തണം എന്നാണ് ഉണർത്താനുള്ളത്. സൗബാൻ റളിയല്ലാഹു അൻഹു നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് പ്രകാരമാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൂഷിക്കുൽ ഉമം അൻ തുദാ അലൈക്കും കമാ തദാ അൽ ആകില ഇലാ കസ്അതിഹാ فقال قائل ومن قلة نحن يومئذ قال بل أنتم يومئذ كثير ولكنكم غثاء كغثاء السيل ولينزعن الله من قلوب عدوكم المهابة منكم ولا يقذفن في قلوبكم الوهن قال قائل يا رسول الله وما الوهن قال حب الدنيا وكراهية الموت. അബൂ ദാവൂദ് ബൈഹഖി ഉദ്ധരിക്കുന്ന വചനം. സൗബാൻ റളിയല്ലാഹു അൻഹു പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഭക്ഷണം വിളമ്പിയ പാത്രത്തിനടുത്തേക്ക് തിന്നാൻ വലിഞ്ഞുകൂടുന്നത് പോലെ അന്യ സമുദായങ്ങൾ നിങ്ങളുടെ നേരെ വലിഞ്ഞുകൂടാൻ അടുക്കുന്നു. അപ്പോൾ ഒരാൾ ചോദിച്ചു, അന്ന് ഞങ്ങൾ കുറഞ്ഞു പോകുന്നതിനാലാണോ അന്യ സമുദായത്തിൽപ്പെട്ട ആളുകൾ ഞങ്ങളുടെ നേർക്ക് വലിഞ്ഞുകൂടുന്നത് എന്ന് ഒരാൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുമ്പോൾ റസൂൽ പറയാണ്, അല്ല, നിങ്ങൾ അന്ന് ധാരാളമുണ്ടാകും, പക്ഷേ ജലപ്രളയത്തിന് മുകളിലുള്ള ചപ്പ് ചവറുകൾ പോലെയുള്ള ചപ്പ് ചവറുകളായിരിക്കും നിങ്ങൾ. ശത്രുഹൃദയങ്ങളിൽ നിന്ന് നിങ്ങളെ സംബന്ധിച്ചുള്ള ഭയം അള്ളാഹു നീക്കം ചെയ്യും. നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഞാൻ ബലഹീനത ഇട്ടുതരികയും ചെയ്യും. അപ്പോൾ ഒരാൾ ചോദിച്ചു, അള്ളാഹുവിന്റെ ദൂതരെ, എന്തായിരിക്കും ബലഹീനത? അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഹലോകത്തോടുള്ള പ്രേമവും മരണത്തോടുള്ള വെറുപ്പും. നമ്മളെ മനസ്സിലുള്ള ഏറ്റവും വലിയ കാര്യം എന്താണ്? ദുനിയാവ് വിട്ടു പോവാൻ നമ്മൾ റെഡിയല്ല. ആഖിറത്തിലേക്ക് നമ്മൾ ചിന്തിക്കുന്നില്ല. മരണം നമുക്ക് പേടിയാണ്. മരണത്തോടുള്ള വെറുപ്പ്, ഇഹലോകത്തോടുള്ള പ്രേമം, ഇഷ്ടം, പ്രിയപ്പെട്ടവരെ, നമ്മെ അത് ബാധിച്ചിട്ടില്ലേ എന്ന് നമ്മൾ ചിന്തിക്കുക. അതുകൊണ്ട് ഓരോ സന്ദർഭത്തിലും മിമ്പറിൽ നിന്ന് കേൾക്കുന്ന ഖുത്ബ, അത് സംവദിക്കുന്നത്, സംസാരിക്കുന്നത് എന്നോടാണ് എന്നുള്ള ചിന്ത സഹോദരങ്ങളെ കേൾക്കുന്ന നിങ്ങൾക്കും പറയുന്ന എനിക്കുണ്ടാവണം. അപ്പോൾ മാത്രമേ മാറ്റം ഉണ്ടാവുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ഉൾക്കൊള്ളാനും അതനുസരിച്ച് ജീവിതം ക്രമീകരിക്കാനുമുള്ള മഹാഭാഗ്യം നമുക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മിൽ നിന്ന് സംഭവിച്ച അബദ്ധങ്ങൾ, പോരായ്മകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും പുറത്തു തരുമാറാവട്ടെ.
اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا لا تؤاخذنا إن نسينا أو أخطأنا، ربنا ولا تحملنا ما لا طاقة لنا به، واعف عنا واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على محمد وعلى آله وأصحابه أجمعين.